ഹലോ ഓൾ, വെൽക്കം ടു ദി അൺലേൺ പോഡ്കാസ്റ്റ്. അപ്പോൾ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഡിസ്കഷൻ പോയിന്റുമായിട്ടാണ് നമ്മളുള്ളത്. നമ്മൾ AI കാലഘട്ടമാണ്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ കോഡിംഗ് റിലേറ്റഡ് ജോബ്സിനെ, പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ജോബ്സിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കൂടെയുള്ളത് മുഹമ്മദ് സോലിഹ് IIT ഖരഗ്പൂർ ഗ്രാജുവേറ്റ് ആണ്. ആക്ച്വലി IIT ഖരഗ്പൂരിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിലാണ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയത്. അത് കഴിഞ്ഞ് NUS നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂരിൽ പോയിട്ട് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ വീണ്ടും സിവിൽ എഞ്ചിനീയറിംഗ് ഒന്നുകൂടി ആഴത്തിൽ പഠിച്ചു. അതിനുശേഷം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് വർക്ക് ചെയ്യുന്നത്. Zscalerൽ ഡാറ്റ സയൻറ്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിലൊരു എക്സ്പേർട്ടിനെ തന്നെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല സോലിയുടെ പ്രത്യേകത ഈ പറഞ്ഞ പോലെ ഒരു ഡൊമൈൻ സ്വിച്ച് ചെയ്ത ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ്സ്, നോർമൽ പ്രോഗ്രാമിംഗ് ജോബ്സിന് എന്തെല്ലാം സംഭവിക്കും, കൂടുതൽ എമേർജിംഗ് ആയി വരാവുന്ന ഫീൽഡുകൾ പുതുതായിട്ട് എന്തെല്ലാമാണ്, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു BTech സ്റ്റുഡൻറ്റ് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും സിമ്പിളായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതോടൊപ്പം സോലിനെ പോലെ ഒരു കമ്പ്യൂട്ടർ സയൻസ് ലോട്ട് അല്ലെങ്കിൽ ഒരു AI ലോട്ടൊക്കെ സ്വിച്ച് ചെയ്യുന്നത് ഇന്ന് എത്രത്തോളം എളുപ്പമാണ്, അതിനൊരാൾ എടുക്കേണ്ട സ്റ്റെപ്സ് എന്തെല്ലാമാണ്. സോ വെൽക്കം ടു ദ ഡിസ്കഷൻ. എന്താണ് പുതിയ ChatGPT പോലത്തെ ടൂൾസ് വരുമ്പോൾ ഒരു നോർമൽ പ്രോഗ്രാമിംഗ് ജോബ്സിന് അല്ലെങ്കിൽ ഒരു വെബ് ഡെവലപ്മെൻറ്റ് ജോബ്സിനൊക്കെ സംഭവിക്കാം? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ വലിയൊരു എഫക്റ്റ് ഉണ്ടാവും. നമ്മളതിൽ ഇഗ്നോർ ചെയ്ത് പോകാൻ പറ്റില്ല. ഇതൊരു വളരെ ഒരു ഇമ്പാക്റ്റ് ഉള്ള ടെക്നോളജിയാണ് AI. പലർക്കും അറിയായിരിക്കും. പക്ഷേ നമ്മൾ കാണേണ്ടത് ഇത് എന്താ ചെയ്യുക വെച്ചാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാക്കും. അപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഒരു പെട്ടെന്നൊരു സാധനം ഉണ്ടാക്കണമെങ്കിൽ പണ്ട് നമ്മൾ ഒരാഴ്ച വേണ്ടത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂറിലോ 2 മണിക്കൂറിലോ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതേ രീതിയിൽ ഒരു മനുഷ്യൻ്റെ ഒരു നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ, ഔട്ട്പുട്ട് ഉണ്ടാക്കാനോ എടുക്കേണ്ട എഫേർട്ട് വളരെ അധികം കുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒരു 10 ആൾ ചെയ്യുന്ന ജോലി ചിലപ്പം ഒരാളോ 2 ആൾക്കോ ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്തിലേക്ക് വരും. പ്രൊഡക്ടിവിറ്റി വളരെയധികം കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അത് ജോലിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പം 10 ആൾ ചെയ്യുന്ന ജോലി ചിലപ്പം അതേ ജോലി 10 ആളുള്ള ഒരു ടീമിൽ 2 ആൾ മതിയാവുന്ന ഒരു കാലം. വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് പൊതുവെ ആൾക്കാർ ഇപ്പോൾ ഈ ഡെവലപ്മെന്റ് കാര്യങ്ങൾക്ക് പഠിക്കുന്നത്. അതിനൂടെ വലിയൊരു ഇമ്പാക്ട് ആക്ച്വലി വരുമല്ലോ അല്ലേ? അതെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇംഗ്ലീഷോ മലയാളമോ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അത് തന്നെ ഈ മോഡൽസിന് നല്ല രീതിയിൽ മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അപ്പം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സ്കോപ്പ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ മലയാളത്തിനേക്കാളും അതിന്റെ സ്കോപ്പ് കുറവാണ്. അതെ, അപ്പം പെട്ടെന്ന് തന്നെ അതിൽ ഇംഗ്ലീഷിലുള്ളതിലും എളുപ്പത്തിൽ സ്കില്ല് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ എത്രയോ കാലമായിട്ട് ഉള്ള ഒരു ലാംഗ്വേജ് അല്ലേ. ഈ ലാംഗ്വേജസ് പുതിയതാണ്. ഇതിന്റെ ഡാറ്റ ഫുള്ള് നമ്മളെടുത്തുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ പഠിക്കാൻ ഓൾറെഡി വളരെ ഏബിൾ ആണ് ഇപ്പോൾ ഉള്ള മോഡൽസ് ഒക്കെ. ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽസ് ഇപ്പോൾ GPT, ഗൂഗിളിന്റെ Gemini അല്ലെങ്കിൽ ആന്ത്രോപിക്കിന്റെ ക്ലോഡ്, അതൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ അറിയാം എത്രത്തോളം എളുപ്പമാണെന്നുള്ളത്. ഇപ്പൊ ഞാനൊക്കെ ഒരു 2-3 കൊല്ലം മുമ്പ് ഒരു ദിവസം കൊണ്ട് ചെയ്തത് ഇപ്പൊ ഞാൻ 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ആ എഫക്റ്റ് കാണുന്നുണ്ട്. അപ്പൊ അത് ജോലിയിലും വരും. പക്ഷെ നമ്മൾ ഫുള്ളൊരു ജോലി പോവുക എന്നുള്ള ഒരു സിനാരിയോയിലേക്ക് ആയിരിക്കില്ല പോകുന്നത്. അതായത് ഇപ്പോൾ ഉള്ള ഏറ്റവും സ്കില്ലുള്ള ആൾക്കാർ മാത്രം റിമെയിൻ ചെയ്യുക. കുറച്ച് നമ്മൾ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ നമ്മൾക്കുള്ള ഒരു സ്കില്ല് പുതിയ കാര്യങ്ങൾ പഠിക്കാതെ നിന്നാൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പുറത്തേക്ക് കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലേക്ക് പോകും. യെസ്. അപ്പോൾ ഇവിടെ ഒരു നോർമൽ വെബ് ഡെവലപ്മെന്റ്, എനിക്ക് തോന്നുന്നു പെട്ടെന്ന് എഫക്റ്റ് ഉണ്ടാകും ഒരു നോർമൽ വെബ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒരു നോർമൽ പ്രോഗ്രാമിംഗ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സംഭവങ്ങളൊക്കെ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യപ്പെടും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈവൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഡീബഗ് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ ആക്ച്വലി ഒരു GPTയെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. യെസ്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് പക്ഷെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് എല്ലാ ജോബും പോകും. പക്ഷെ അങ്ങനെ ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരെ മറിച്ച് പുതിയ ഏരിയാസ് ഒബ്വിയസ്ലി എമേർജ് ചെയ്ത് വരും ചെയ്യല്ലോ. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ വന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ കമ്പ്യൂട്ടർ വന്ന കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? എല്ലാവരും കമ്പ്യൂട്ടർ റിലേറ്റഡ് ജോബ്സിലോട്ട് പോയി, റൈറ്റ്? അപ്പോൾ ഇവിടെ AI വരുമ്പോൾ ഏതൊക്കെ ഏരിയാസ് ആയിരിക്കും കൂടുതൽ ഈ ഒരു സെഗ്മെന്റിൽ കൂടുതൽ എമേർജിംഗ് ആയിട്ട് വരിക? ഒരു കാര്യം സംഭവിക്കുക, നമ്മൾ ചിലപ്പോൾ വിചാരിക്കാത്ത പുതിയ മേഖലകൾ ഉണ്ടായി വരും, ഇതുവരെ നമ്മൾ കാണാത്ത. അപ്പം അത് നമ്മളെപ്പോഴും നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ക്ലൗഡ് സെക്യൂരിറ്റി, ഡാറ്റ സെക്യൂരിറ്റി എന്നുള്ള, സൈബർ സെക്യൂരിറ്റി എന്നുള്ള വലിയൊരു മേഖലയായിരിക്കും. കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഉള്ളതിലും ഇന്റലിജന്റ് ആയിട്ടുള്ള അറ്റാക്സ് ഒക്കെ വരും. അതെ, AI വെച്ചിട്ട് അതിന്റെ കേപ്പബിലിറ്റി വളരെയധികം കൂടും. അപ്പം അവർ ഇതുവരെ കാണാത്ത രീതിയിൽ വരും. അപ്പോൾ AI വെച്ച് തന്നെ അത് പ്രിവെന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ മേഖലയിലുള്ള ജോലികൾ, പിന്നെ ഹെൽത്ത് ടെക്,
അത് ഹെൽത്തിൽ പലപ്പോഴും ആ ടെക്നോളജി ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ഇതുവരെ കയറിയിട്ടില്ല. അതെ. പക്ഷേ നമ്മൾ ഈ ഒരു കഴിഞ്ഞ ഒരു കുറച്ചു കാലത്ത് കാണുന്ന എല്ലാ മേഖലയിലേക്കും മെല്ലെ മെല്ലെ കയറുക. പാത്തോളജിയിലൊക്കെ കൂടുതൽ ഇമേജിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അതിലേക്ക് കുറെ കമ്പനീസ് യുഎസിലും ഇന്ത്യയിലേക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു മേഖല, അല്ലെങ്കിൽ ഇപ്പോൾ ഓട്ടോണമസ് ഡ്രൈവിംഗ്, ഇപ്പം ടെസ്ല പോലത്തെ കമ്പനികൾ അതിപ്പം അതിലേക്ക് സ്വിച്ച് ചെയ്യും. നമ്മൾ കാണുന്നല്ലോ ഇപ്പൊ ഇവിടെ EV വന്നു, EVയിലേക്ക് മെല്ലെ സ്വിച്ചിങ് നടക്കുന്നു. അപ്പം പിന്നെ ഓട്ടോണോമസ് ആയിട്ട് പോകും. ഇപ്പൊ അഡാസ് ഒക്കെ കുറെ കാറിലുണ്ട്, അത് മുന്നോട്ട് പോകും ആ മേഖലകൾ. ഇത് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ അറിയാത്ത പുതിയ മേഖലകൾ നാളെ വന്നേക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ഏറ്റവും കീ ആയിട്ടുള്ള ഡിസ്കഷൻ പോയിന്റ് എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് ഒരു ബിടെക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു സയൻസ് റിലേറ്റഡ് ഫീൽഡിൽ പഠിക്കുന്ന ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, വാട്ട് കൈൻഡ് ഓഫ് സ്കിൽ സെറ്റ് ദേ നീഡ് എന്നുള്ളതാണ്, റൈറ്റ്? അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്താണ് സോലിന് തോന്നുന്നത്? പ്രാക്ടിക്കലായിട്ട് നമുക്ക് കുട്ടികളുടെ മുമ്പിൽ വെക്കാവുന്ന സൊല്യൂഷൻസ് എന്തെല്ലാം? ആദ്യം എനിക്ക് തോന്നുന്നത് നമ്മൾ അപ്ഡേറ്റഡ് ആയി നിൽക്കുക. ടെക്നിക്കലി നമ്മൾ അപ്ഡേറ്റഡ് ആവുക, അതിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. എന്താണ് പുതുതായി വരുന്നത്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ GPT വന്നു, അതെങ്ങനെ ഉപയോഗിക്കുക, അതിൻ്റെ കേപ്പബിലിറ്റി എന്താണ്, അതൊക്കെ നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ ട്രാക്ക് ചെയ്യണം. നമ്മൾ വായിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി സോഴ്സസിന് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം. ഇത് ഉപയോഗിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ക്വാളിറ്റി സോഴ്സ് വായിക്കുക എന്നുള്ളതും ഇതിന്റെ പിന്നിൽ എന്താണെന്നുള്ളത് അറിയുന്നത്. കാരണം ഇതുവരെ ഒരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റിന്റെ ഒരു ജോബായിട്ട് നമ്മുടെ നാട്ടിൽ പൊതുവെ പറയപ്പെടുന്ന ഒരു സാധനം ഈ പറഞ്ഞ പോലെ വെബ് ഡെവലപ്മെന്റും അതേപോലെ തന്നെ ചെറിയ ഇത്തരത്തിലുള്ള ഓട്ടോമേറ്റ് ചെയ്യപ്പെടാവുന്ന പ്രോഗ്രാമിംഗ് ജോബ്സ് ആണ്. അതിൽ നിന്ന് മാറി ആക്ച്വൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരാൾ ആക്ച്വൽ ഒരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആവേണ്ട ഒരു കാലഘട്ടത്തിലോട്ടാണ് പോകുന്നത് തോന്നുന്നുണ്ട്, റൈറ്റ്? കുറച്ചും കൂടി ഒരു മാത്തമാറ്റിക്കൽ മോഡൽ, മാത്സ് വളരെയധികം എല്ലാവരും വിശദമായി അറിഞ്ഞില്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള മാത്തമാറ്റിക്കൽ മോഡൽസ് അറിയുന്ന ഒരാൾക്ക് അയാൾ കൂടുതൽ അപ്സ്കിൽഡ് ആയിരിക്കും, കൂടുതൽ കേപ്പബിൾ ആയിരിക്കും പുതിയൊരു സാധനം ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അതെ, നമ്മളെ ഒരു എത്രത്തോളം ഡെപ്ത് ഉണ്ട് നമ്മളെ നോളജ്, അതുപോലെയാണ് നമുക്ക് അത് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ നോളജ് ഡീപ്പർ ആകുമ്പോൾ നമുക്ക് അതിൽ വലിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാം. കാരണം പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ഡിസ്കഷൻ പോയിന്റ് ഉണ്ട്. ഇപ്പം ഇങ്ങനെ ChatGPT ഇതൊക്കെ വരുന്നൊരു കാലഘട്ടത്തിൽ ഈ പഴയകാല എഞ്ചിനീയറിംഗ് ടെക്സ്റ്റ് ബുക്കുകൾക്കൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഈ അടുത്ത് ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ച് ജിപിടിയുടെ പിന്നിലുള്ള ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ച് വായിച്ചപ്പോൾ ഞാൻ കണ്ട സംഭവം അതിൻ്റെ ബാക്കിലുള്ളത് ഫുള്ള് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ലീനിയർ ആൾജിബ്രയാണ് ബേസിക്കലി. അപ്പോൾ ഈ എഞ്ചിനീയറിംഗിന്റെ മാത്സ് പേപ്പർ എന്തിനാ പഠിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈവൻ +2 പോലും മാട്രിക്സ് എന്തിനാ പഠിക്കുന്നത്, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ഇതൊക്കെ മാട്രിക്സ് എവിടെയെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ, ഡിറ്റർമിനൻസ് എവിടെ യൂസ് ചെയ്യുന്നുണ്ടോ, നമ്മൾ പോലും അന്ന് അല്ലെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ ആക്ച്വലി ഇതിന്റെ അപ്ലിക്കേഷൻസ് ഇത്തരം ഒരു വേൾഡിലോട്ട് പോകുമ്പോൾ ഒരു കോർ മാത്തമാറ്റിക്സിന് അല്ലെങ്കിൽ കോർ ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് പേപ്പേഴ്സിന് ആക്ച്വലി കുറച്ചുകൂടി പ്രാധാന്യം കൂടുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. റൈറ്റ്? യെസ്. അതെ, ഈ സർഫസിലുള്ള ഒരു വിവരം പലപ്പോഴും മതിയാവില്ല. നമുക്ക് തുടക്കത്തിൽ അങ്ങനെ തോന്നും, പക്ഷെ ആ ഡീപ്പർ ആയിട്ടുള്ള നോളജിന് എപ്പോഴും അതിൻ്റെതായ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അത് നമ്മളെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇനി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കലി ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത്, ഒന്ന് ഒരു ഗിറ്റ് ഹബ് പ്രൊഫൈൽ ഉണ്ടാക്കുക. അതൊക്കെ എത്രത്തോളം പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്? പലപ്പോഴും ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ നമ്മളെ ഗിറ്റ് ഹബ് പ്രൊഫൈൽ അവർ അതായത് നമുക്ക് അത് സബ്മിറ്റ് ചെയ്യാനൊരു ഫോം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഗിറ്റ് ഹബ് പ്രൊഫൈലും കൂടി ജോബ് ആപ്ലിക്കേഷൻ ഒരു ഭാഗമായി പലപ്പോഴും പോകും. അപ്പോൾ അതിൽ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പോൾ റെസ്യൂമിൽ എഴുതുന്നത് പോലെ ഒന്നല്ല, നമുക്ക് പലതും എഴുതാലോ. പക്ഷെ ഇത് നമ്മൾ സോളിഡായി നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത സ്കില്ലാണ്. നമ്മളൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി അത് അവിടെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നല്ലൊരു രീതിയിൽ ഉണ്ടെങ്കിൽ അത് നമ്മളെ ജോലിയിൽ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഈ ഓപ്പൺ സോഴ്സ് പ്രോജക്ട്സ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ കോൺട്രിബ്യൂഷൻസ്, ചില കമ്പനികളൊക്കെ ഞാൻ കണ്ടുള്ളത് അവരുടെ ഓപ്പൺ സോഴ്സ് റെപ്പോയിൽ ഇഷ്യൂസ് ഉണ്ടാവും. അത് നമ്മൾ നല്ല ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഒരു സാധനം ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് തന്നെ ചിലപ്പോൾ അവർ ജോലി ഓഫർ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്നുള്ള രീതി ചോദിച്ചിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പൊ കോമ്പറ്റീഷൻ തന്നെ വളരെ കൂടി വരുമ്പം അങ്ങനത്തെ ആ രീതിയിലുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെയുള്ള ഒരു കാര്യമാണ് ഇന്റേൺഷിപ്സ്. നമ്മൾ സ്വന്തം ചെയ്യുന്നത് ഒരു ലെവൽ ഓഫ് ഡെവലപ്മെന്റ്, ഒരു ലേണിംഗ് കൊണ്ടുവരും. പക്ഷേ നമ്മൾ ഒരു ഇന്റേൺഷിപ്പ് ചെയ്ത് ഒരു പ്രാക്ടിക്കലായിട്ട് ഒരു കമ്പനിയിൽ ഒരു ടീമിന്റെ ഭാഗമായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് ഒരു ഇത് വരുമ്പോൾ അങ്ങനെ ഒരു ഇത് നമുക്ക് കാണിക്കാനുണ്ടെങ്കിൽ കമ്പനികൾ നമ്മളെ എടുക്കാൻ കൂടുതൽ തയ്യാറായിരിക്കും. ചിലപ്പോൾ നമുക്ക് ആ കമ്പനി തന്നെ
അവരൊരു ഓഫർ തരും. ഇനി അത് തന്നില്ലെങ്കിലും നമുക്ക് അടുത്ത ഒരു സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഭയങ്കര വാല്യൂബിൾ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ടു പുട്ട് ഇൻ നട്ട്ഷെൽ ഒരു പ്രാക്ടിക്കൽ ലേണിംഗ് എക്സ്പീരിയൻസ് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യാം, പേഴ്സണൽ പ്രൊജക്ട്സ് ടേക്കപ്പ് ചെയ്യാം. നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ആക്ച്വലി സോൾവ് ചെയ്യാൻ നേരത്തെ സോലി പറഞ്ഞ പോലെ എളുപ്പമാണ്. അധികം സമയം എടുക്കില്ല, വലിയൊരു ടീമൊന്നും വേണമെന്നില്ല. നമുക്ക് തന്നെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ നമ്മളൊന്ന് പഠിച്ചാൽ നമുക്ക് ആക്ച്വലി എളുപ്പമാണ്. അതേപോലെ ഹാക്കത്തോൺസിൽ അല്ലെങ്കിൽ കോഡിംഗ് കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുക, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്റേൺഷിപ്സിന് അപ്ലൈ ചെയ്യുക, അത് കിട്ടുക, അത് ചെയ്യുക. ഈ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ ഒരു ഗിറ്റ് പ്രൊഫൈലിലൂടെയൊക്കെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. ദാറ്റ്സ് വൺ ഓഫ് ദ തിങ്. ഓഫൺ ആളുകൾ അണ്ടർമൈൻ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ആളുകൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത കാര്യം സോഫ്റ്റ് സ്കിൽസ് ആണ്. ഈ ഒരു എയുടെ കാലഘട്ടത്തിൽ സോഫ്റ്റ് സ്കിൽസ് എത്ര പ്രാധാന്യമുള്ളതാണ്? അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ടെക്നിക്കൽ സ്കിൽസ് മാത്രം ഇനി മതിയാവില്ല. ഇതുവരെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു നീഷിൽ നമുക്ക് നല്ല രീതിയിൽ കോഡ് ചെയ്താൻ പറ്റുകയാണെങ്കിൽ അത് തന്നെ വളരെ വാല്യുബിൾ ആയ ഒരു സ്കില്ലായിരുന്നു. പക്ഷേ ഇനി ഇത് കാലം മാറുമ്പോൾ നമ്മൾ ആ ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ ബിൽഡ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ആ ബ്രോഡർ പിക്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഒരു പ്രോഡക്റ്റ് എന്തിനാണ് ഉണ്ടാക്കുന്നത്, അത് ആരാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, പൊട്ടൻഷ്യൽ എന്താണ്, ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് വേറൊരു രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോഴും നമ്മളിപ്പോൾ അങ്ങനെ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, കാര്യമില്ല. ഐഡിയാസ് ഉള്ളിലുള്ളത് കൊണ്ട് മാത്രം കാര്യമാവുന്നില്ല, നമുക്ക് പ്രസന്റ് ചെയ്ത് കൺവിൻസ് ചെയ്യാൻ പറ്റണം. അപ്പൊ ആ രീതിയിലുള്ള സോഫ്റ്റ് സ്കിൽസിന് വളരെയധികം ഇമ്പോർട്ടൻസ് വരും. അതായത് വെറും ഒരു കോഡർ എന്നുള്ളതിനേക്കാൾ ഉപരി ആ ഒരു ഇത് മാത്രമല്ല, നമുക്ക് കൊളാബറേറ്റീവ് ആയിട്ടുള്ള സ്പേസിൽ നമുക്കൊന്ന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പണ്ടത്തെ പോലെ ഒറ്റക്കൊരു സംഭവം എന്നുള്ളൊരു കാര്യമില്ല. നമ്മളൊരു ടീമിൽ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഈ ഒരു ഓവറോൾ സിസ്റ്റം അണ്ടർസ്റ്റാൻഡിങ്ങും ആ സിസ്റ്റം ലെവൽ സോൾവിങ്ങും നമ്മൾ മനസ്സിലാക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ്, സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കോളേജിൽ നമ്മൾ നിർബന്ധമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് ചിലപ്പോൾ എന്തെങ്കിലും കോൺഫറൻസിലൂടെ ആയിരിക്കും, എന്തെങ്കിലും ഒരു നെറ്റ്വർക്ക്സ് മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ, ലൈക്ക് നമുക്ക് എന്തെങ്കിലും ടെക്നിക്കൽ കോൺഫറൻസ് ഉണ്ടാവും, അതിൽ പങ്കെടുക്കുക. കോളേജിലെ ക്ലബ് ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ കോളേജുകളിലൊക്കെ ക്ലബ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരു ആർട്സ് ആൻഡ് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഒരു ഗാനമേളയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. അത് ഞാൻ അതിനെ കുറ്റം പറയല്ല, അത് ദാറ്റ്സ് ഫൈൻ, നമ്മുടെ ഒരു കൾച്ചറൽ ആക്ടിവിറ്റീസിന് ഭാഗമുണ്ടാവും. പക്ഷേ ഒരു ടെക് ഫെസ്റ്റ്, അതല്ലെങ്കിൽ കോളേജിൽ നമുക്ക് പുതിയ ക്ലബ്സ് ഉണ്ടാക്കാം, ഇതിനൊന്നും പലപ്പോഴും ആളുകൾ ഉണ്ടാവാറില്ല. ഈ ഒരു സെഗ്മെൻറ്റിലോട്ട് കുട്ടികൾ എന്ത് ചെയ്യണം, കുട്ടികളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. അതോടൊപ്പം ഇതിൽ വളരെ പ്രധാനമാണ് എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുക. അതേപോലെ തന്നെ പുതിയ ഏരിയാസിനെ കുറിച്ച് നമ്മൾ വായിക്കുക എന്നുള്ളത് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഇതിന്? അതെ, നമ്മൾ പുതിയ കാര്യങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയി നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിത് ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞതുപോലെ തന്നെ. അപ്പം കുറെ ഓൺലൈനായിട്ട് നല്ല സോഴ്സസ് ഉണ്ട്. ഇൻ കേസ് നമുക്കൊരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള സോഴ്സസ് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം പറയുകയാണെങ്കിൽ ഫസ്റ്റ് മീഡിയം എന്ന് പറഞ്ഞൊരു ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ ഓരോരുത്തർ ഇൻഡിവിജ്വൽ ആയിട്ട് ഇടുന്നതാണ്. അപ്പൊ നല്ല ബ്ലോഗേഴ്സിനൊക്കെ നമ്മൾ ഫോളോ ചെയ്യുക, ആർട്ടിക്കിൾസ് ഫോളോ ചെയ്യുക. കോഴ്സസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു എഐയിലോട്ടോ മറ്റൊക്കെ അപ്സ്കിൽ ചെയ്യണമെങ്കിൽ പറ്റും. എഐയിലൊക്കെ നമ്മൾ ഇപ്പോൾ ചെറിയ ഒന്ന് തുടങ്ങാൻ യൂട്യൂബിൽ തന്നെ ഫ്രീ ആയിട്ടുള്ള കുറെ റിസോഴ്സസ് ഉണ്ടാവും. ഇനി അത് മതിയാവുന്നില്ലെങ്കിൽ കോഴ്സെറ ഉണ്ട്, യൂഡെമി ഉണ്ട്, അവിടെയൊക്കെ നല്ല കോഴ്സസ് ഉണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റാൻഫോർഡിന്റെ ഒക്കെ കോഴ്സസ് AIML, ആൻഡ്രൂ എൻജിയുടെ കോഴ്സ് വളരെ നല്ല കോഴ്സസ് ആണ്. വേറെയും പലതും ഉണ്ട്. അത് റിവ്യൂസ് ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ വളരെ എളുപ്പമാണ്. ഇപ്പൊ ഭയങ്കര ഡെമോക്രറ്റൈസ്ഡ് ആണ് ഈ ലേണിംഗ് എന്നുള്ളത്. ഒരു ബുദ്ധിമുട്ടല്ല, പഠിക്കണമെങ്കിൽ നമുക്ക് അത് ഇന്നവേ ഒരു ഡബിൾ എഡ്ജ്ഡ് സോഡാണ്. കാരണം പണ്ടൊരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടണം. അതുകൊണ്ട് ആ ബുദ്ധിമുട്ടി പഠിക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് ഉണ്ടാവും. ഇന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് ആർക്കും ആക്സസിബിൾ ആണ് എന്നുള്ളതും. അപ്പൊ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് നഷ്ടപ്പെട്ട്, നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്കുള്ള അഡ്വാൻറ്റേജ് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു ആസ്പെക്ട് അവിടെ ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരുപാട് പ്രാക്ടിക്കൽ സ്റ്റെപ്സ് കുട്ടികളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ സോലി സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് ആക്ച്വലി കമ്പ്യൂട്ടർ സയൻസിലോട്ട് അല്ലെങ്കിൽ ഡാറ്റാ സയൻസിലോട്ട് വന്ന ഒരാളാണ്. ഇത് കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പല എഞ്ചിനീയറിംഗിൽ മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ സിവിലിലോ കെമിക്കലിലോ ഒക്കെ ഉള്ള ആളുകളുണ്ടാവും. അവർക്കും ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും. ഫോർ വാട്ട് എവർ റീസൺസ് അവർക്ക് ചിലപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ കമ്പ്യൂട്ടർ സയൻസിനോട് താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഡാറ്റാ സയൻസിലോട്ട് വരണം എന്നുണ്ടാവും. ഓഫ് കോഴ്സ് അവർക്ക് അവരുടെ സ്പെസിഫിക് ഏരിയയിൽ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് AI ബന്ധപ്പെട്ട ഫീൽഡുകൾ ഉണ്ടാവാം. അതല്ല അവർ നിർബന്ധമായിട്ട് അപ്സ്കിൽ ചെയ്യണം. അവർ സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡാറ്റാ സയൻസിലോട്ട് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട്സ് എ പ്രാക്ടിക്കൽ നോളജ് ദാറ്റ് യു വാണ്ട് ടു ഷെയർ?
ഇനീഷ്യലി നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ ഒരു ഇൻട്രസ്റ്റഡ് ആയ മേഖലയിലെ നമുക്ക് കണ്ടിന്യൂസ് ആയി എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അതും നമുക്ക് പെട്ടെന്ന് ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളെല്ലാം ട്രൈ ഔട്ട് ചെയ്തിട്ടാണ് മനസ്സിലാവുക. അപ്പോൾ ചെറുതായിട്ട് ഇതിലേക്കൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. എന്നിട്ട് അത് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ശരിക്കും മനസ്സിലാവുകയാണെങ്കിൽ കുറച്ച് കോഴ്സസ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്തത് ഈ കോഴ്സറയിൽ ആൻഡ്രൂങ്ങിന്റെ കോഴ്സസുകളിലാണ് ഞാൻ തുടങ്ങിയത്. അങ്ങനെ കുറച്ച് കോഴ്സസ് ചെയ്ത് കുറച്ച് ടൈം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനിമൽ വിവരം വരും. പിന്നെ കുറച്ച് പ്രൊജക്ട്സ് ചെയ്യുക, ഗിറ്റ്ഹബിൽ പ്രൊഫൈൽ ഉണ്ടാക്കുക. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ കുറെ ചെയ്ത് ഇതിലെല്ലാവരും മനസ്സിലാക്കുന്ന കാര്യം, ഇത് ആരും നമ്മളെ വന്ന് കോളേജിൽ നിന്ന് ചിലപ്പോൾ പഠിപ്പിച്ചു തരാൻ. ഇപ്പം ഞാൻ എൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ JPUസിൽ മറ്റൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ട്രാൻസ്ഫോമേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഒരു കോളേജിലോ അല്ലെങ്കിൽ കോഴ്സുകളോ ഒന്നും അവൈലബിൾ അല്ലല്ലോ. ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ്, അതേപോലെ പേപ്പേഴ്സ് വായിച്ചിട്ടൊക്കെ പഠിച്ചത്. ഒരു പേപ്പർ വായിക്കാനുള്ള ഒരു മിനിമം അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണ്. ടെക്നിക്കൽ നോളജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് എനിക്കും അതിലോട്ട് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും സോലിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിനും പെർസ്പെക്റ്റീവ് ഷെയർ ചെയ്തതിനും താങ്ക്സ് പറയാണ്. നമുക്ക് മറ്റ് വീഡിയോസുമായിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് എ ലോട്ട്. ബൈ.